ശുഭദിനം. ഹരേ കൃഷ്ണ. നന്ദനം ഹീലിംഗ് ലൈഫ് ടാരോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ വളരെ കാലമായി ആഗ്രഹിക്കുന്ന ഒരാഗ്രഹം നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആദ്യം തന്നെ എല്ലാവരും സുഖകരമായും സന്തോഷകരമായും ഇരിക്കാൻ സാധിക്കട്ടെ. കാണുന്ന കാഴ്ചകളെല്ലാം സന്തോഷം നിറഞ്ഞതാകട്ടെ. കേൾക്കുന്ന വാർത്തകൾ മുഴുവനും സന്തോഷം നിറഞ്ഞതാവട്ടെ. അപ്പോ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം, ഒരുപാട് പേർക്ക് റെസനേറ്റ് ആവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പേഴ്സണലി വിളിക്കുന്നതും PM മെസ്സേജ് അയക്കുന്നവർക്കും കമന്റ് ഇടുന്നവർക്കും ആദ്യം തന്നെ ഞാൻ വളരെ 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 നന്ദി പറയട്ടെ. നിങ്ങളുമായിട്ട് കൂടുതലായിട്ട് കണക്ട് ചെയ്യുന്ന റീഡിങ് കിട്ടാനായിട്ട് നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സാഹചര്യം മനസ്സിൽ കൊണ്ടുവരിക. ഇത് നിങ്ങളുടെ റീഡിംഗ് ആവണമെന്ന് ക്ലെയിം ചെയ്തുകൊണ്ട് നിങ്ങൾ റീഡിംഗ് കാണുക. പൗസ് ചെയ്ത് വേണമെങ്കിൽ കണ്ണടച്ച് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ബാക്കി തുടർന്ന് കാണുക. അതിനു മുമ്പായിട്ട് പറയാനുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നത് മാത്രം നിങ്ങളിലേക്ക് എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ തള്ളിക്കളയുക. അൺവാണ്ടഡ് ആയിട്ടുള്ള യാതൊരു എനർജിയും നിങ്ങളിലേക്ക് വരാതിരിക്കട്ടെ എന്ന് ആദ്യം തന്നെ പ്രാർത്ഥിക്കുക. ഇനി നമ്മുടെ ഇന്നത്തെ വിശേഷം നിങ്ങൾക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോ സ്പ്രെഡുകൾ ഇങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത്. ഈ സ്പ്രെഡ് ഒരു കഥ പോലെ നമുക്ക് പറഞ്ഞു പോവാം. ഇത് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുന്നതാണെങ്കിൽ മാത്രം നിങ്ങളത് അംഗീകരിച്ചാൽ മതി. അല്ല നിങ്ങളുടെ റീഡിംഗ് അല്ലാന്ന് നിങ്ങൾക്ക് എപ്പോഴാണോ തോന്നുന്നത് ആ സമയത്ത് നിങ്ങളത് ഫിറ്റ് ചെയ്ത് അടുത്ത വീഡിയോയിലേക്ക് പോയിക്കോളൂ. ഇപ്പൊ നിങ്ങൾ എബ്രോഡ് താമസിക്കുന്ന ആൾക്കാരായിരിക്കാം കുറച്ച് പേരെങ്കിലും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഷിഫ്റ്റായി നിൽക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഫിസിക്കൽ ബോഡി വീട്ടിലുണ്ടാവും, മെന്റൽ ബോഡി വീട്ടിലുണ്ടാവില്ല. അങ്ങനെ ഒരു ആൾക്കാരായിരിക്കും ഇതിൽ പകുതിയിലധികം പേരും കാണുന്നത് എന്ന് എനിക്കൊരു മെസ്സേജ് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ല രീതിയിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് നിങ്ങൾ നേരിടുന്നുണ്ട്. എന്താ പറയാ, പട്ടിണി പരിവട്ടം എന്നൊക്കെ പറയണ പോലെ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും പൈസ കിട്ടുന്ന കാര്യം നിങ്ങളിൽ നിൽക്കുന്നില്ല. ഒഫീഷ്യലി കാര്യത്തിലാണെങ്കിൽ പോലും നിങ്ങൾ ചിലപ്പോൾ സമ്പാദിക്കുന്നുണ്ടാവും, അത് വളരെ പെട്ടെന്ന് തന്നെ തീർന്നും പോകുന്നുണ്ടാവും. പിന്നെ കേരളത്തിലെ എല്ലാ ആളുകളുടെയും കാര്യം അങ്ങനെയല്ലേ മാഡം എന്ന് നിങ്ങൾ ചിന്തിക്കാം. പക്ഷേ അത് ഫിനാൻഷ്യൽ പ്ലാനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്കാണ് പകുതിയിലധികം ആളുകളുടെയും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോ ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. ഇഷ്ടമില്ലാത്തൊരു ജോലി, തൽക്കാലത്തേക്ക് വേണ്ടി കിട്ടിയ ജോലിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഫിക്സ്ഡ് ആയിട്ട് ആരുടെയെങ്കിലും നിർബന്ധ പ്രകാരം നിങ്ങൾക്ക് കിട്ടിയ ജോലിയായിരിക്കാം. നിങ്ങൾക്കൊരു താല്പര്യം പോലും ഇല്ലാത്ത രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോ നിങ്ങൾ ആദ്യം ഇപ്പോ എല്ലാവരും പകുതിയിലധികം ആളുകളും ഇതിന് നേരിടുന്ന ആൾക്കാരായിരിക്കും. തേർഡ് പാർട്ടി സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ പോകുന്ന ആൾക്കാരായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പ്രണയം പോയതായിരിക്കും. വാലന്റൈൻസ് ഡേ ആണെന്ന് അത് ഞാൻ പ്രത്യേകം പറയുകയാണ്. അപ്പോ നിങ്ങളെ സ്വയം സ്നേഹിക്കുക, എന്നിട്ട് പൈസ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് നിങ്ങൾ നല്ലൊരു ലൈഫ് കൊണ്ടുവരാൻ ശ്രമിക്കുക. നിങ്ങളെ സ്വയം സ്നേഹിച്ചെങ്കിൽ മാത്രമേ മറ്റുള്ളവരും നിങ്ങളെ സ്നേഹിക്കുള്ളൂ. അപ്പൊ ആ പോയ ആൾക്കാരെ പറ്റി നിങ്ങളിപ്പോ തൽക്കാലം അതല്ല ഇമ്പോർട്ടൻസ്. നിങ്ങൾക്ക് നിൽക്കാനൊരു കാല്, സ്വയം ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി എടുക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഈ ഒരു പ്രണയം കൊണ്ടൊന്നും യാതൊരു കാര്യം ഉണ്ടാവില്ല. ഞാൻ ഓപ്പൺ ആയിട്ട് പറയട്ടെ, യാതൊരു കാര്യം ഉണ്ടാവില്ല. അപ്പോ ഈ ഒരു വാലന്റൈൻസ് ഡേ നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങളെ സെൽഫ് ലവ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ തന്നെ കൊണ്ടുവരുത്താനായിട്ട് ശ്രമിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് ആദ്യം പറയല. പോയ ആൾക്കാർ പൊക്കോട്ടെ, നിങ്ങൾ അവരുടെ പിന്നാലെ ചേസ് ചെയ്ത് പോവാതിരിക്കുക. ഇപ്പൊ വാലന്റൈൻസ് ഡേ ആണ്, നിങ്ങളുടെ വാലന്റൈൻ നിങ്ങളുടെ കൂടെ ഇല്ല, ഇതൊക്കെ എനിക്കറിയാം. പക്ഷെ അത് നിങ്ങളെ മാറ്റിയിരിക്കുകയാണ്. കാരണം അവര് നിങ്ങളെ കൂടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളെ വരിഞ്ഞു മുറുകി പിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു പിടുത്തത്തിൽ നിന്ന് കൊതറി മാറി നിങ്ങളൊന്ന് ഹീലാകണം. നിങ്ങളുടെ അടുത്തേക്കുള്ള കാര്യം തന്നെയാണ് അവര്. പക്ഷെ ആ ഒരു പഴയ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുമ്പോഴുള്ള ആ ഒരാളെ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് തന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ?
ആ അത്രയും നിങ്ങളെ പറഞ്ഞു പറ്റിച്ചിട്ടല്ലേ പോയിരിക്കുന്നത്. ചിലപ്പോ നിങ്ങൾ ദേഹോപദ്രവം വരെ ചെയ്ത ആളുകളായിരിക്കാൻ സാധിക്കും. കാരണം 2 വാൺസ് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോ അങ്ങനെ ദേഹോപദ്രവം ഏറ്റ ആളുകളായിരിക്കാം എന്ന് ഞാന് ഒരു 50% ആൾക്കാരും അങ്ങനെ ഉണ്ടാവും. ചിലവരുടെ അങ്ങനെ ഇല്ലെങ്കിലും മാനസിക ഉപദ്രവം നല്ല രീതിയിൽ ഉണ്ടാവും. ദേഹോപദ്രവത്തെക്കാളും വിഷമമാണ് മാനസിക ഉപദ്രവം, അല്ലെ? അപ്പോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുഭവിച്ചില്ലേ? അപ്പോ ഇതില് എന്താ പറയാ, പ്രണയം നിങ്ങളിലേക്ക് ക്വിക്കായിട്ട് വന്ന പ്രണയമാണത്. നനച്ചിരിക്കാതെ വന്നതാണ്. നിങ്ങൾ ചോദിച്ചിട്ടല്ല കിട്ടിയത്, നിങ്ങളെ തേടി വന്നതാണ്. അപ്പോ ഇപ്പൊ തൽക്കാലം മാറി നിൽക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് അത് കൊണ്ടുവന്ന് തരാനും കൂടെ വേണ്ടിയിട്ടായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏസ് ഓഫ് വാൻസ് അഗ്നി വായു തത്വമാണ്. അപ്പോ ഹാർട്ട് ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്നത് നിങ്ങൾ നന്നായിരിക്കും. വായു അനാഹത എന്ന് പറയുന്നത് വായു തത്വം ആയതുകൊണ്ട് നിങ്ങൾ ഹാർട്ട് ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. എങ്ങനെയാണ് ഹാർട്ട് ചക്ര മെഡിറ്റേഷൻ ചെയ്യേണ്ടതെന്ന് എന്നോട് പേഴ്സണൽ റീഡിങ്ങിന് വരുന്നവർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയുമായിരിക്കും, കുറെ പേർക്ക് യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കിട്ടും. സോറി, ഇവിടെ ഒരു ചെറിയൊരു കറണ്ട് കട്ടിങ് ഉണ്ടായേ, അതുകൊണ്ടാണ്. വീഡിയോ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഗുരുമുഖത്തുനിന്ന് എന്തും സ്വീകരിക്കുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. അതായത് യൂട്യൂബിൽ നിന്ന് നോക്കണ്ട, അത് പറഞ്ഞപ്പോഴാണ് ഇവിടെ പുറക്കെട്ടായത്, അല്ലെ? അപ്പൊ ഗുരുമുഖത്തുനിന്ന് സ്വീകരിക്കുക, അതാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കളരിപ്പയറ്റൊക്കെ യൂട്യൂബിൽ കിട്ടും. അത് പറഞ്ഞിട്ട് നിങ്ങൾ വീട്ടിലിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് പെർഫെക്ഷൻ വരുമോ? ഇല്ല. സ്വിമ്മിങ്ങിന്റെ ഒക്കെ ഒരുപാട് വീഡിയോസ് എവിടെയുണ്ട്? യൂട്യൂബിലുണ്ട്. അപ്പൊ നിങ്ങൾ വീട്ടിലിരുന്ന് കണ്ട് നിലത്ത് കിടന്ന് നീന്തിയാൽ മതിയോ? കുളത്തിൽ തന്നെ പോയി ചാടിയാലേ നീന്താൻ പഠിക്കാൻ പറ്റുള്ളൂ. അതേപോലെ നിങ്ങൾക്ക് എല്ലാ സാധനവും ഫിംഗർ ടിപ്പിൽ ഉണ്ട്. ഇപ്പോ ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ യൂട്യൂബിൽ ഉണ്ടാവും. ചിക്കൻ കറി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടത് കൊണ്ട് ആവില്ല. നമ്മൾ എന്ത് ചെയ്യണം? കടയിൽ പോയി സാധനം വാങ്ങി അതിന്റെ പ്രോസസ്സ് ചെയ്താലേ ചിക്കൻ എന്നുള്ള സംഭവം കുക്കിംഗ് ആവുള്ളൂ. അപ്പൊ എന്ത് തന്നെ ആയാലും ഈ ഹാർട്ട് ചക്ര മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. അത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നമ്മളോട് ചോദിക്കുക. ഇപ്പൊ എന്റെ അടുത്ത് തന്നെ ചോദിച്ചത് നിങ്ങൾ ഹാർട്ട് ചക്ര കിട്ടുള്ളൂ എന്നൊന്നും ഞാൻ പറയില്ല. ഇഷ്ടം പോലെ പഠിപ്പിക്കുന്ന ആൾക്കാർ വേറെ ഉണ്ട്. നിങ്ങൾ ഓൾറെഡി അതൊക്കെ എടുക്കുന്ന ആൾക്കാരായിരിക്കും, ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ, അപ്പോ അത് സത്യമാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഹാർട്ട് ചക്ര മെഡിറ്റേഷൻ ചെയ്യുക, മുടങ്ങാതെ ചെയ്യുക. ഒരു 21 ദിവസം കണ്ടിന്യൂ ആയിട്ട് സാധന ചെയ്യുക. അത് നിങ്ങൾ നല്ല രീതിയിൽ ഗുണം ചെയ്യും. ഹൈ പ്രീസ്റ്റസ് ആണ് അടുത്ത കാർഡ് വന്നിരിക്കുന്നത്. ദേവി നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്. നല്ല വാക്കുകൾ പറയാൻ ശ്രമിക്കുക, നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഈ ഒരു നിയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിച്ച ആ ഒരു വേദന മറ്റുള്ളവർ അനുഭവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും നിങ്ങൾ പകുതിയിലധികം ആളുകൾ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ ഹീൽ ചെയ്യാൻ സാധിക്കും. ഹീലിംഗ് പറഞ്ഞാൽ നമ്മളിപ്പോ ചെയ്യുന്ന പോലെ റേക്കി, പ്രാണിക അങ്ങനെയൊന്നും അല്ല ഞാൻ പറയണത്. നിങ്ങളുടെ ഒരു വാക്കുകൊണ്ട് മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അത് ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കുന്ന കാര്യമൊന്നുമല്ല, ഞാൻ ഇതിന്റെ അപ്പുറത്ത് അനുഭവിച്ച ആളാണെന്നൊരു വാക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്ക് ചിലപ്പോൾ ആശ്വാസവും. അങ്ങനെയുള്ള ഓരോ വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരെ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത കാർഡ് എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് വാൻസ് ആണ്. വാൻസിന്റെ ഒരു 3 കാർഡ്, 4 കാർഡും വാൻസിന്റെ തന്നെ വന്നിരിക്കുന്നത്. അപ്പൊ കുറച്ച് കഷ്ടകാലം ഒക്കെ നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് അട്രാക്ട് ചെയ്യരുത്. അത് നിങ്ങൾ അപ്പൊ തന്നെ കട്ട് പറഞ്ഞ് അതങ്ങോട്ട് മാറ്റുക. പിന്നെ ആസ് യൂഷ്വൽ ബ്ലാക്ക് മാജിക്, ഞാൻ ഇന്ന് വാലന്റൈൻ ഡേ ആയതുകൊണ്ട് ഞാൻ ആ വാക്കിനെ പറ്റി പ്രൊമോട്ട് ചെയ്ത് കൊലിപ്പിച്ച് പറയാൻ നിൽക്കുന്നില്ല. നിങ്ങൾ അത് അട്രാക്ട് ചെയ്യരുത്. കാരണം നിങ്ങൾ ഏറ്റവും ഹാപ്പി ആയിട്ട് ഇരിക്കേണ്ട ഒരു ദിവസമാണെന്ന് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഏറ്റവും കോംപ്ലിമെന്റ് ആയിട്ട് ഒരു കാര്യം തരാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ പ്രണയം നിങ്ങളിലേക്ക് വരും ഇൻ ദ ഫ്യൂച്ചറിൽ. അത് എങ്ങനെയാണ്? പുതിയൊരു വ്യക്തിയായിട്ടാണ് വരുന്നത്. നിങ്ങൾ നിന്ന് പോയ ആ പഴയ കൊഞ്ഞാട്ട സ്വഭാവമുള്ള ആളായിരിക്കില്ല വരുന്നത്. അവരെങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക? നിങ്ങൾ അത്രയും സ്നേഹിക്കുന്ന ഒരാളായിട്ട് ആയിരിക്കും വരിക. അവരുടെ എല്ലാ കാര്യങ്ങളും എല്ലാം ജലത്തിൽ കഴുകി കളഞ്ഞ പോലെ, ഗംഗാ സ്നാനമൊക്കെ ചെയ്ത പോലെ. ഇപ്പൊ മഹാകുംഭമേളയൊക്കെ നടക്കുകയാണ്.
അതുപോലെ ഇപ്പൊ അവരൊക്കെ പോയി കുംഭമേളയിൽ കുളിച്ചിട്ട് വരുന്നു എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അവര് ക്യൂർ ആയിട്ട് നല്ലൊരു വ്യക്തിയായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ ചേർത്ത് പിടിക്കാനായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നിങ്ങൾ അത് റിസീവിങ് മോഡിൽ വേണം ഇരിക്കാൻ. അവരെപ്പോഴാണോ വരുന്നത് ആ സമയത്ത് റിസീവിങ് മോഡിൽ ഇരുന്ന് നിങ്ങൾ അവരെ വെൽക്കം ചെയ്യാം, മനസ്സുകൊണ്ട് വെൽക്കം ചെയ്യാം. പിന്നെ നാളെ വാലന്റൈൻസ് ഡേക്ക് കാർഡ് എടുക്കുന്ന ആളുകൾക്ക് സ്പെഷ്യൽ, നാളെ അല്ല സോറി ഇന്ന്, ഞാനത് വീഡിയോ തലേ ദിവസം ഷൂട്ട് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. ഇന്ന് കാർഡ് എടുക്കുന്നവർക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ ഞാൻ ഓഫർ ചെയ്യുന്നുണ്ട്. അത് പറയില്ല, എന്താന്ന് പറയില്ല, ഞാൻ തരുന്നുണ്ട് നിങ്ങൾക്ക് മാത്രം. നാളെ ഒറ്റ ദിവസത്തെ കാർഡ് എടുക്കുന്ന ആൾക്കാർക്ക് മാത്രം ഞാൻ വളരെ ചുരുങ്ങിയ നമ്പേഴ്സ് എടുക്കുള്ളൂ. എന്റെ കൈകളിൽ എണ്ണാവുന്ന നമ്പേഴ്സ് കാർഡ് റീഡിങ് എടുക്കുള്ളൂ. അപ്പോ ബുക്ക് ചെയ്യാ പെട്ടെന്ന്. ഒരു 5 ദിവസം 5-6 റീഡിങ് വരെ ഒരു ദിവസം ഞാൻ നോക്കുള്ളൂ. അപ്പോ അവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. എന്ത്? ഈ പറഞ്ഞ ഗിഫ്റ്റ്. അതെന്താന്ന് നിങ്ങൾ റീഡിങ്ങിന് വരുന്ന ആൾക്കാർ എന്നോട് ചോദിക്കണം. മാഡം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്കുള്ള ഗിഫ്റ്റ് വേണമെന്ന് നിങ്ങൾ ചോദിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് അത്, ഞാൻ നാളെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ എല്ലാവരും നാളെ മീൻസ് ഞാൻ വീണ്ടും പറയട്ടെ, വീഡിയോ തലേ ദിവസം ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ നാളെ എന്നുള്ള വേർഡ് ഞാൻ വരുന്നത്. വാലന്റൈൻസ് ഡേ ഇന്ന് വിളിക്കുന്ന ആളുകൾക്ക്, അത് ഈ വീഡിയോ കാണുന്ന ദിവസം 14/2/2025 വിളിക്കുന്ന, എനിക്ക് പേഴ്സണൽ റീഡിംഗ് എടുക്കുന്ന ആളുകൾക്ക് തരാവുന്ന ഗിഫ്റ്റ് ആണ് ഞാൻ പറയുന്നത്. അപ്പോ എല്ലാവർക്കും നല്ലൊരു വാലന്റൈൻ ഡേ ആശംസകൾ. അടുത്ത വാലന്റൈൻസ് ഡേ നിങ്ങൾ ഒന്നിച്ചിട്ടാവട്ടെ എന്ന് ഞാനിപ്പോ ബ്ലെസ് ചെയ്യാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് വേണ്ട അവരെന്നുണ്ടെങ്കിൽ അതും അങ്ങനെ തന്നെ നടക്കട്ടെ. അപ്പൊ നമുക്ക് നമ്മുടെ ഉണ്ണിക്കണ്ണൻ എന്താ പറയണമെന്ന് നോക്കണ്ടേ? വാലന്റൈൻസ് ഡേക്ക് ഉണ്ണിക്കണ്ണൻ നിങ്ങളോട് എന്താ പറയണമെന്ന് നോക്കണ്ടേ? അപ്പോ ഭഗവാനോട് പ്രാർത്ഥിക്കുക, നല്ലൊരു പ്രണയദിനാവട്ടെ, ഞങ്ങൾക്ക് പ്രണയദിന വാർഷികമാവട്ടെ എന്ന്, ഒരു ഡ്യൂറേഷൻ ആവട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഭഗവാനെ നാരായണ, എൻ്റെ വ്യൂവേഴ്സിന് നല്ലൊരു കാർഡ്, അവരാഗ്രഹിക്കുന്ന നല്ലൊരു മെസ്സേജ് കൊടുക്കണേ. ഓക്കെ, നല്ല കാർഡാണ് കേട്ടോ വന്നിരിക്കുന്നത്. ദ്വാരകാ കൃഷ്ണൻ എന്നുള്ള കാർഡാണ് വന്നിരിക്കുന്നത്. അതെന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രണയം നിങ്ങളോട് പറയാൻ ആ വ്യക്തി മടിക്കുന്നതിനാൽ ആ വ്യക്തിയിൽ അവബോധം ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണ്. ചിലപ്പോ നിങ്ങൾക്ക് ഇപ്പൊ പോയ ആൾക്കാരുടെ കാര്യമല്ല പറയണത്, ഇപ്പൊ പ്രണയം നിൽക്കുന്ന ആളുകളുടെ, ചിലപ്പോ ഇന്ന് പറയണോ വേണ്ടേന്ന് ആലോചിക്കുന്ന കുറെ ആളുകൾ ഉണ്ടല്ലോ, അവരായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വരട്ടെ എന്ന് പറഞ്ഞിട്ട് വിചാരിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ, അവരോട് പറയാണ് നിങ്ങളായിട്ട് അങ്ങോട്ട് പോയി പറയണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്ന് നല്ലൊരു ദിവസമാണ്, വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് നിങ്ങൾ അവരോട് പ്രണയം തുറന്നു പറയണം എന്നാണ് ഭഗവാൻ പറയുന്നത്. പോയ ആൾക്കാരുടെ കാര്യത്തിലല്ല, ഇപ്പോ പോയിട്ടില്ല കൂടെ ഉണ്ട് എന്നുള്ള ആൾക്കാരുടെ ആണെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് പ്രണയത്തിന്റെ സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാരാണ്, അവരോടാണ് ഭഗവാൻ ഈ ഒരു കാര്യം പറയുന്നത്. ഓക്കെ, അപ്പോ ഇന്നത്തെ റീഡിങ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ബ്രേസ്ലെറ്റോ അല്ലെങ്കിൽ ഏലസോ, പിന്നെ ഇതൊരു ഇതാണ് റോസ് കോട്സിന്റെ ഒരു ഹാർട്ടാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഹാർട്ട് മെഡിറ്റേഷൻ, ഹാർട്ട് ചക്ര മെഡിറ്റേഷൻ ഒക്കെ ഏറ്റവും ബെസ്റ്റ് ആയ സാധനമാണ്. നമ്മുടെ ഹാർട്ട് ചക്രയിൽ വെച്ചിട്ട് നമുക്കിത് ബ്ലെസ് ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം. ഇത് ലവ് അട്രാക്ട് ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. ഇത് റോസ് കോട്സിന്റെ തന്നെ ബ്രേസ്ലെറ്റ് ആണ്. അപ്പൊ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം. അല്ല ഇനിയിപ്പോ റീഡിങ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അവർക്കും മതി. റീഡിങ് എടുക്കുന്ന ആൾക്കാർക്ക് ഇതിന്റെ നിർദ്ദേശമൊക്കെ ഞാൻ നല്ല രീതിയിൽ തരുന്നതാണ്. പറഞ്ഞ പോലെ മടക്കാതിരിക്കുക. ഇന്നത്തെ കുറെ ഓഫറുകൾ, കുറെ ഗിഫ്റ്റുകൾ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് വേണം എന്നുള്ളവർ റീഡിങ് എടുക്കുക. ഓക്കെ, നല്ലത് മാത്രം വരട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രണയം ഭഗവാൻ സാക്ഷാത്കരിച്ച് തരട്ടെ. ഹരേ കൃഷ്ണ. താങ്ക് യു.